ഡിവൈഎഫ്ഐ നേതാവ് ഡോക്ടർ ഷിജു ഖാൻ പങ്കെടുക്കുന്നതിലെ പ്രതിഷേധത്തെ തുടർന്ന് തൃശൂരിലെ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിലെ സെഷൻ റദ്ദാക്കി സാഹിത്യ അക്കാദമി. ശിശുക്ഷേമ സമിതിയുടെ ചുമതലയിലിരിക്കെ അനുപമ വിഷയത്തിൽ സ്വീകരിച്ച വിവാദ നിലപാടുകളിലാണ് പ്രതിഷേധമുയർന്നത്. ഷിജു ഖാനെ മാറ്റി നിർത്തണമെന്ന പ്രചാരണത്തിനെതിരെ ഡിവൈഎഫ്ഐ നേതൃത്വം രംഗത്തെത്തിയിരുന്നു. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, കുട്ടികളും പൗരരാണ് എന്നുള്ളതാണ് വിഷയം. അതിൽ അനുപമ വിഷയത്തിൽ ഇദ്ദേഹം ആരോപണ വിധേയനാണ്. അപ്പോൾ ഇങ്ങനെയൊരു വിഷയം എന്നുള്ളത് പ്രധാനമാണ്. നാളെയാണ് സെഷൻ നടക്കാനിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഒരു പാനലിസ്റ്റ് പിന്മാറിയിരുന്നു. കൂടുതൽ പേർ ബഹിഷ്കരിക്കുമെന്ന മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണോ ഈ സെഷൻ തന്നെ അക്കാദമി റദ്ദാക്കിയത്? അക്ഷരാർത്ഥത്തിൽ ഇത് അക്കാദമിയെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയിലേക്കടക്കം കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നു. അതായത് ഇതിൽ പങ്കെടുക്കേണ്ടിയിരുന്ന അഡ്വക്കേറ്റ് കുക്കു ദേവി നേരത്തെ തന്നെ ഈ വിഷയത്തിൽ സംസാരിക്കാനില്ല, ഷിജു ഖാനൊപ്പം വേദി പങ്കിടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്യമായി തന്നെ ഷിജു ഖാനെതിരെ വിമർശനം ഉയർത്തിക്കൊണ്ട് പിന്മാറിയിരുന്നു. ഇതിന് പിന്നാലെ ഷിജു ഖാനെതിരെ വിമർശനവുമായി ഷിജു ഖാനെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സാംസ്കാരിക പ്രവർത്തകരടക്കം രംഗത്ത് വന്നു. പ്രത്യേകിച്ച് ഇതിന്റെ ചുമതലയിലിരിക്കുന്ന സച്ചിദാനന്ദ മാഷെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയി. അദ്ദേഹം ഈ CPM നേതാക്കളുമായും DYFI നേതാക്കളുമൊക്കെയായി സംസാരിച്ച് ഷിജു ഖാനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു ശ്രമം നടത്തിയെങ്കിൽ പോലും ഷിജു ഖാൻ പിന്മാറിയില്ല. മറുതലക്കലിലാകട്ടെ അനുപമ വിഷയത്തിൽ അനുപമ കുഞ്ഞിന് വേണ്ടി നടത്തിയ, നീതിക്ക് വേണ്ടി നടത്തിയ പോരാട്ടം, ആ പോരാട്ടത്തിനൊപ്പം നിൽക്കാതെ ഈ അനുപമയുടെ അച്ഛനായ CPM നേതാവിനൊപ്പം നിന്നു എന്ന വിമർശനം നേരിടുന്ന ഷിജു ഖാൻ, ആ ഷിജു ഖാൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഒരു തരത്തിലും പങ്കെടുക്കില്ലെന്ന് മാത്രമല്ല അതിൽ വിട്ടുനിൽക്കുമെന്ന് ഒരു വിഭാഗം സാംസ്കാരിക നേതാക്കളടക്കം അറിയിക്കുകയും ചെയ്തു. ഇതോടുകൂടി എന്തു ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് ഈ അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന സച്ചിമാഷ് അടക്കം പോയി എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹം താൻ രാജിവെക്കുന്നതിനെ കുറിച്ച് പോലും അടുത്ത വൃത്തങ്ങളുമായി ചർച്ച ചെയ്തു എന്ന് വരെ നമുക്ക് വിവരങ്ങളുണ്ട്. അതേ തുടർന്നാണ് ഇപ്പോൾ ഈ സെഷൻ തന്നെ റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന ഈ സെഷനിൽ പങ്കെടുക്കേണ്ട ആളുകളുണ്ടായിരുന്നു. അതിൽ KV മനോജ് കുമാർ, അദ്ദേഹത്തെ മാത്രമാണ് നിലവിൽ ഇതിൽ ഒഴിവാക്കിയിരിക്കുന്നത്. ബാക്കിയുള്ള ദക്ഷിണ, അതോടൊപ്പം തന്നെ രാകേഷ് മുതുകല, അദ്ദേഹവും ഈ ബാലസംഘത്തിന്റെ ചുമതലയും അതോടൊപ്പം തന്നെ നിലവിൽ ഈ ശിശുക്ഷേമ സമിതിയുടെ ചുമതല ഉണ്ട് എന്നുള്ളതാണ് ഞാൻ കണക്കുകൂട്ടുന്നത്. അദ്ദേഹത്തെ അടക്കം മറ്റ് സെഷനുകളിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ബാലാവകാശ കമ്മീഷന്റെ ചുമതലയായിട്ടുള്ള KV മനോജ് കുമാറിനെ മാത്രമാണ് ഇപ്പോൾ ഈ പരിപാടിയിൽ നിന്ന് മാറ്റിയിട്ടുള്ളത്. ഷിജു ഖാൻ സ്വാഭാവികമായും ഈ സെഷൻ റദ്ദ് ചെയ്തതോടുകൂടി അദ്ദേഹത്തിന് ഇതിൽ പങ്കെടുക്കാൻ കഴിയില്ല. നേരത്തെ തന്നെ ഷിജു ഖാനെതിരെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെതിരെ വലിയ വിമർശനം ഉയർന്ന സമയത്ത് ഷിജു ഖാനെ പിന്തുണച്ചുകൊണ്ട് DYFI നേതാക്കളടക്കം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഷിജു ഖാനെതിരെ തെറ്റായ പ്രചാരണം നടക്കുന്നുവെന്ന് DYFI പറഞ്ഞതാണ്. പക്ഷേ എന്തായാലും ഈ വിമർശനങ്ങൾ അക്കാദമി ഉൾക്കൊള്ളുന്നു. ഷിജു ഖാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് വേണ്ടി ആ സെഷൻ തന്നെ റദ്ദ് ചെയ്യുന്ന കടുത്ത നടപടിയിലേക്ക് ഇപ്പോൾ അക്കാദമി മാറിയിരിക്കുന്നു. അനുജ, അതാണ് ഒരു സെഷൻ തന്നെ റദ്ദാക്കുന്ന വലിയൊരു സമ്മർദ്ദമാണ് ഇവിടെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് ഡോക്ടർ ഷിജു ഖാൻ. അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടി അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിലെ സെഷൻ, അത് കുട്ടികളും പൗരരാണ് എന്നുള്ളതാണ് വിഷയം. അനുപമയുടെ വിഷയത്തിൽ അദ്ദേഹം ആരോപണങ്ങൾ നേരിട്ടതാണ്. അപ്പോൾ ആ വിഷയത്തിൽ അദ്ദേഹമുണ്ട് എന്നുണ്ടെങ്കിൽ പങ്കെടുക്കില്ല, അദ്ദേഹത്തിനൊപ്പം വേദി പങ്കിടില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ പങ്കെടുക്കേണ്ടിരുന്ന ഒരു പാനലിസ്റ്റ് അത് ബഹിഷ്കരിച്ചു. കൂടുതൽ പേർ ബഹിഷ്കരിക്കുമെന്നൊക്കെയുള്ള ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായി കേരള സാഹിത്യ അക്കാദമി ഈ പരിപാടി തന്നെ, ഈ സെഷൻ തന്നെ മാറ്റിവെച്ചിരിക്കുന്നു, അത് റദ്ദ് ചെയ്തിരിക്കുന്നു എന്നതാണ് സൂരജ് സജി നൽകിയ വിവരം.